2024 ജെഇഇയുടെ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന് അഭിമാനകരമായ നേട്ടമാണ് കൈവരിക്കാൻ സാധിച്ചത്. സോ നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് ഏറ്റവും ഉയർന്ന റാങ്ക് ലഭിച്ച ഒരാളാണ് ദാ എൻ്റെ മുന്നിലിരിക്കുന്നത്. ദാറ്റ് ഈസ് അതുലാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. സോ അതുൽ, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പം ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്ത് തോന്നുന്നു? ഇത്രയും നല്ലൊരു ഹൈ റാങ്ക് കിട്ടിയതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ട്? വളരെ സന്തോഷമുണ്ട്. ഇത്രയും ഞാൻ ശരിക്കും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ എനിക്കൊന്ന് ജെഇ മെയിൻസ് ഫസ്റ്റ് സെഷൻ ഹൈ റാങ്ക് മേടിച്ച ആൾ തന്നെയാണ് അല്ലേ? ഓക്കെ. അപ്പം എങ്ങനെയായിരുന്നു മോൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളും? അതോടൊപ്പം തന്നെ അതിന് മുന്നേ ഞാൻ ചോദിക്കട്ടെ, മോൻ്റെ വീട് എവിടെയാണ്? അതുപോലെ തന്നെ പാരൻസ്, അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. പിന്നെ എൻ്റെ അച്ഛൻ റിട്ടയർഡ് ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. അമ്മ വർക്കിംഗ് അല്ല. ചേട്ടൻ ഇപ്പോൾ ബിടെക് 4th ഇയർ കഴിഞ്ഞു. അപ്പം ചേട്ടൻ ബിടെക് ആണ്. അപ്പൊ ചേട്ടനായിരുന്നോ ഇൻസ്പിറേഷൻ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ട്? എങ്ങനെയായിരുന്നു മോൻ്റെ ഈ ഒരു ഇത്രയും നല്ലൊരു റാങ്ക് മേടിക്കാനുള്ള മോൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ റിപ്പീറ്റേഴ്സ് 11 ബാച്ചിലായിരുന്നു. അപ്പോൾ +1 +2 തന്നെ ഓൺലൈൻ ബാച്ചിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഓൺലൈൻ ആകുമ്പോൾ വീട്ടിൽ ഫുള്ള് ഡിസ്ട്രാക്ഷൻ അങ്ങനെ ആയതുകൊണ്ട് പഠിക്കാനൊന്നും നേരെ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോഴാണ് തോന്നിയത് റിപ്പീറ്റ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം വന്നതിന് ശേഷമുള്ള മോൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഈ 1 ഇയർ മോൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിച്ച ഒരു രീതികളൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ബ്രില്ലിൻ്റെ മെറ്റീരിയൽ തന്നെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് തന്നെ സഫീഷ്യൻ്റ് ആണ്. കൂടുതലായിട്ട് നമ്മൾ വേണമെന്നില്ല. ഇനി അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. പിന്നെ കൂടുതലും യൂസ് ചെയ്തിരുന്നത് ലേണിംഗ് ആപ്പിലെ ക്ലാസ്സുകളൊക്കെ ആയിരുന്നു. ഏതെങ്കിലും ടോപ്പിക്കിൽ ഡൗട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ ടോപ്പിക്ക് തന്നെ കാണാൻ പറ്റും. അത് യൂസ് ചെയ്യുമായിരുന്നു. പിന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കസ്റ്റമൈസ്ഡ് ആപ്പ് ആണ്. അതുകൊണ്ട് വേറെ ഡിസ്ട്രാക്ഷനും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഫോക്കസ്ഡ് ആയിട്ട് തന്നെ ഇരുന്ന് പഠിക്കാൻ സാധിച്ചല്ലേ? പിന്നെ മിക്കവരും ചെയ്യുന്നത് അവർ പഠിക്കുന്നത് കുറെ ഇപ്പോൾ 15 hours അങ്ങനെയൊക്കെ അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കും. പക്ഷെ അവർ പഠിക്കുന്ന അത്രയ്ക്കും ഫുൾ കോൺസെൻട്രേഷനോടെ ആയിരിക്കില്ല. അതല്ല ആവശ്യം. ഇപ്പോൾ 8 അല്ലെങ്കിൽ 10 hours ആണെങ്കിലും ആ 10 hours ഫുള്ള് കോൺസെൻട്രേഷനോടെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പം ഇപ്പൊ എല്ലാവരും അവരുടേതായിട്ടുള്ള കുറെ രീതികളുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അതുലിന് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നിയ രീതി അതായിരുന്നു, ഇരിക്കുന്ന സമയം പ്രോപ്പറായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുക എന്നുള്ളതായിരുന്നു അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പം ഇനിയിപ്പം ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആഗ്രഹം എന്നുള്ള എങ്ങനെയാലും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടോ? ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ലക്ഷ്യം വെക്കുന്നത്? കൂടുതൽ IIT മദ്രാസ് ആണ് താല്പര്യം. IIT മദ്രാസ് തന്നെ. ഓക്കെ, അപ്പം ഹോസ്റ്റലല്ലേ മോൻ? ഏത് ഹോസ്റ്റലായിരുന്നു? ലിബർട്ടിയിലായിരുന്നു. അപ്പോൾ ഈ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു മോനെ ഈ ഒരു റാങ്കിലേക്ക് എത്തിക്കാൻ? ഹോസ്റ്റലിലാകുമ്പോൾ നമുക്ക് വേറെ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ പഠിക്കാൻ പറ്റുമല്ലോ, അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഹോസ്റ്റൽ വാർഡൻസ് ഒക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. നമുക്ക് മാർക്ക് കുറയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒക്കെ നല്ല മോട്ടിവേഷൻ ആയിരുന്നു. ഈ ജെഇ മെയിൻ്റെ ഒരു പ്രിപ്പറേഷൻ വൈസ് നോക്കുമ്പോഴത്തേക്കും ജെഇ അഡ്വാൻസിന് ഡിഫറെന്റ് പാറ്റേൺ തന്നെ ആയിരിക്കുമല്ലോ മോൻ ഫോളോ ചെയ്യുന്നത്. അത് എന്താണ് ആ ഒരു ഡിഫറൻസ് എന്താണ്? നമ്മൾ അഡ്വാൻസിനാകുമ്പോൾ നമ്മൾ ഫുൾ ടോപ്പിക്ക് പഠിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അങ്ങനെ പോസിബിൾ അല്ല. എനിക്കും പോസിബിൾ അല്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചത് കൂടുതൽ ഡീപ്പായിട്ട് ഒന്നും സ്കിപ്പ് ചെയ്യാതെ അങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം ഈ സബ്ജക്ട് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാ മോനെ ഇപ്പം ജെഇ അഡ്വാൻസിന്റെ അതുപോലെ തന്നെ ജെഇ മെയിനിന്റെ മോന്റെ പ്രിപ്പറേഷൻ എങ്ങനെ പോയി? കാര്യം മാത്സും കെമിസ്ട്രിയും ഫിസിക്സും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു മോനത് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്? എങ്ങനെയായിരുന്നു? മെയിൻസിന് കൂടുതൽ മാത്സിന് കൂടുതൽ ടൈമായിരുന്നു ഞാൻ കൊടുത്തിരുന്നത്. കാരണം ഫിസിക്സും കെമിസ്ട്രി ഈസി ആയിരുന്നു അതുകൊണ്ട്. പക്ഷെ അഡ്വാൻസ് നമ്മൾ മാത്സ് എന്തായാലും ടഫ് ആയതുകൊണ്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഫിസിക്സും കെമിസ്ട്രിയാണ്. അപ്പം ഇതിന് അങ്ങനെ ഡിഫറെൻറ്റ് രീതികൾ വല്ലതും ഉണ്ടായിരുന്നോ? അതായത് ഞാൻ ഇങ്ങനെ ഒരു ചാപ്റ്റർ വൈസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്, അല്ല ടോപ്പിക് വൈസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാര്യങ്ങൾ വല്ലതും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നോ? ചാപ്റ്റേഴ്സ് ഒന്നും സ്കിപ്പ് ചെയ്യുന്ന അങ്ങനെയല്ല. ഒരു ചാപ്റ്റർ എടുത്താൽ അത് നമ്മൾ ഫുള്ളായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം മാത്രം. മെയിൻസിനാകുമ്പോൾ നമ്മൾ ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാൽ നമുക്ക് ഫുൾ ചാപ്റ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് തന്നെ നോക്കണം. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ മോൻ പ്രത്യേകമായിട്ട് ആരെങ്കിലും ഈ ഒരു ജേർണിയിൽ ഇൻസ്പിറേഷൻ ആയിട്ട് കൂടെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ അത് ആരെ പറയും? നമ്മുടെ ക്ലാസ് ടീച്ചർ ബിനിൽ സാറും അതുപോലെ കോർഡിനേറ്റർ ബിനോയ് സാറും. അവരുടെ സപ്പോർട്ട് വളരെ അതെ, അവർ ഹോസ്റ്റൽ മീറ്റിംഗ് നടത്തുമ്പോൾ നല്ല മോട്ടിവേഷൻ ആയിരുന്നു. അപ്പം അവരൊരു നല്ലൊരു മോട്ടിവേറ്ററോ ഇൻസ്പിറേഷനോ ഒക്കെ ആയിട്ടുണ്ട്. അതെ.
യെസ്, ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ജെഇ അഡ്വാൻസ് എക്സാമിന്. ഇനി എന്താണെങ്കിലും കുറച്ച് നാളുകൾ കൂടി ഉണ്ട്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഇതുപോലെ ജെഇ മെയിൻസിന് കിട്ടിയ റാങ്ക് പോലെ തന്നെ ജെഇ അഡ്വാൻസിന് നല്ല അടിപൊളി റാങ്ക് ലഭിക്കട്ടെ. സോ നമുക്ക് എല്ലാവർക്കും നമ്മുടെ അതുലിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. ഞങ്ങൾക്ക് ബ്രില്യൻറ്റിന് വേണ്ടി ഇത്രയും ഒരു അഭിമാന നേട്ടം കൊണ്ടുവന്നതിന് താങ്ക് യു. സോ ജെഇ അഡ്വാൻസിൻ്റെ റാങ്ക് വന്നതിന് ശേഷം ഒരിക്കൽ കൂടി നമുക്ക് ഇതുപോലെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഒത്തുചേരാവുന്നതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.